ഒറിജിനൽ എവിടെ മുക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൈകാര്യം ചെയ്യണമെന്നാണോ? സൗകര്യമില്ല സിദ്ധാർത്ഥൻ. മുഖ്യമന്ത്രി ഒപ്പിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫയലാ കൊണ്ടുപോയി കളഞ്ഞേക്കുന്നേ. അത് തന്നെ തിരിച്ചു കിട്ടണം. ആ ഫയൽ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം നേരിടാൻ തയ്യാറായിക്കോളാൻ മരുമോളോട് പറഞ്ഞാൽ മതി. മിനിസ്റ്റർ ആ രീതിയിൽ സംസാരിക്കുന്നത്? മരുമകൾക്കപ്പുറം ദേവിക ഒരു ജനപ്രതിനിധിയാ, രാമപുരത്തിന്റെ MLA അല്ല. ദേവിക MLA അല്ല, വെറും ഡമ്മിയാ. ഇപ്പോഴും ഭരിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും സിദ്ധാർത്ഥൻ തന്നെയാ. ആ ഫയൽ കാണാതായതിന്റെ പിന്നിൽ ഒരു അഴിമതി തന്നെ മണക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ. അതെ, ബിൽഡിംഗ് ലോബിയുമായിട്ടുള്ള ഒരു ഒത്തുകളി ഈ ഫയൽ മിസ്സിംഗിന്റെ പിന്നിൽ ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. രാധാകൃഷ്ണൻ പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത്? എല്ലാം മനസ്സിലാക്കി തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. അന്ന് KK നായരുടെ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടതിന് നിങ്ങൾ എന്നോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. അതാണെങ്കിൽ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു പ്രോജക്റ്റ് കൂടിയായിരുന്നു. അവിടെ നിങ്ങൾ എന്നെ അഴിമതിക്കാരനാക്കി. ഇവിടെ ഇപ്പൊ ഞാനും മാറ്റി പറയാ, ലക്ഷങ്ങളുടെയോ കോടികളുടെയോ അഴിമതിയുടെ ബാക്കി പത്രമാ ഈ ഫയൽ കാണാതായതിന് പിന്നിൽ. എന്നുവെച്ചാ ദേവിയെ കൊണ്ട് ഞാൻ അഴിമതി ചെയ്യിച്ചു എന്നാണോ രാധാകൃഷ്ണൻ പറഞ്ഞു വരുന്നത്? എന്താ സിദ്ധാർത്ഥൻ ചെയ്ത അഴിമതിയാവില്ലേ? അതോ ഹരിചന്ദ്രന്റെ ഇമേജ് വെച്ച് എന്ത് കള്ളത്തരവും ചെയ്യാവുന്നാണോ? വെള്ളിയാഴ്ചയാ ക്യാബിനറ്റ്, ബുധനാഴ്ച ഞാൻ ഫയൽ വിളിക്കും. അന്ന് ഫയൽ എന്റെ മേശപ്പുറത്ത് വന്നില്ലെങ്കിൽ ഞാൻ അന്വേഷണത്തിന് ഉത്തരവിടും. ഉത്തരവിടോ താൻ? കുറച്ചൊന്നും മര്യാദ കാണിച്ചപ്പോ താൻ കയറി ആളാവുന്നു. CM ഞാൻ നേരിട്ട് കാണൂടോ, അദ്ദേഹത്തിന് മനസ്സിലാവും കാര്യങ്ങൾ. എന്നെ അടിക്കാൻ ഒരു വടി അന്വേഷിച്ചിരിക്കുകയായിരുന്നു താൻ. പക്ഷേ ഈ ഫയൽ വെച്ചിട്ട് എന്നെ ദേവിക്ക് അഴിമതിക്കാരാക്കുന്ന താൻ കരുതണ്ട. പിന്നെ താനും KK നായരും തമ്മിലുള്ള ബന്ധമൊക്കെ ആ പ്ലാന്റിന്റെ കാര്യത്തിൽ എന്തൊക്കെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം. എനിക്ക് ഹരിചന്ദ്രന്റെ ഇമേജ് എന്ന് താൻ കളിയാക്കിയില്ലേ? ഇമേജ് അല്ലടോ, തന്നെ വെച്ച് നോക്കുമ്പോ ഞാൻ യഥാർത്ഥ ഹരിചന്ദ്രൻ തന്നെയാ. അതിപ്പോ തന്നെ ബോധ്യപ്പെടുത്തി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യം എനിക്കില്ല. ഞാൻ കാണും മുഖ്യമന്ത്രിയെ, കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിച്ചോളാം. ഇനി ഇങ്ങനൊരു ഇടനിലക്കാരൻ വേണ്ട എനിക്ക്. സിദ്ധാർത്ഥൻ, തന്റെ വെല്ലുവിളി ആരോടാണെന്ന് അറിയാമല്ലോ. ആരോടാ? മന്ത്രി കസേരയിൽ ഇരിക്കുന്നതിന്റെ ഹുങ്കാണോ രാധാകൃഷ്ണ? സിദ്ധാർത്ഥൻ വേണ്ടെന്ന് വെച്ച പദവികളിൽ ഒഴിവന്ന സ്ഥാനങ്ങളിൽ അങ്ങനെ പലരും ഉണ്ട്. അതുകൊണ്ട് ആ ഉമ്മാക്ക് എന്നോട് വേണ്ട. തന്റെ വെല്ലുവിളി ഞാൻ വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തിരിക്കുക. താൻ കാണുന്നതിന് മുമ്പ് CM ഞാൻ കാണും. മന്ത്രിക്കാണോ മുൻ MLA ക്കാണോ പവർന്ന് അപ്പ കാണാം. നമ്മുടെ CM ഒരു പ്രതിച്ഛായ ഉണ്ട്. തന്റെയൊക്കെ വാക്ക് കേട്ട് പലതും മനസ്സിലാവാത്ത മട്ടിൽ തലയാട്ടും. തലയ്ക്കകത്തെ നല്ല വിവരമുള്ള ആളാ. അതുകൊണ്ട് അത് പറഞ്ഞെന്നെ പേടിപ്പിക്കണ്ട. നമുക്ക് കാണാം. കാണാം. ആ